ஹலோ guys, வெல்கம் டு பசங்க ரியாக்ஷன். ஸோ நம்ம வந்து ரொம்ப நாள் கழிச்சு ஒரு போல் போட்டோம். வாட்ஸ்அப் கமெண்ட்ஸில் வந்து நீங்கள் போல் போட்டே பாருங்கள் அப்படின்றாங்க. ஸோ அதனால் நம்ம வந்து வாட்ஸ்அப்பில் வழக்கம் போல் ஒரு போல் போட்டோம். அது லிங்க் வேணுங்கிறங்க டிஸ்கிரிப்ஷனில் பாருங்கள், இல்லை இன்ஸ்டாகிராமில் பார்த்தீங்கன்னா உங்களுக்கு தெரியும். இன்ஸ்டாகிராம் ஃபாலோ பண்ணுங்கள். ஸோ வந்து நம்ம போலில் வந்து 4 மூவிஸ் போட்டோம். ஸோ அதில் வந்து என்னென்ன மூவிஸ்னா இடுக்கி கோல்ட், நோட் புக், பாச்சுவும் அற்புத விளக்கும், அப்புறம் வெள்ளம். ஸோ இதில் ஜெயிச்சது எதிர்பார்த்தது தான். ஸோ ஜெயிச்சு இன்றைக்கி நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா வெள்ளம். ட்ரிங்க் வாட்டர், தண்ணி தான் நம்ம ஊரில் வெள்ளம். ஓகே, ஸோ வெள்ளம் இந்த படத்தை டேரக்ட் பண்ணிக்கிற பார்த்தீங்கன்னா பிரஜீஷ் சென். ஸோ ரைட் பண்ணதும் அவரே தான். அண்ட் இந்த படத்தில் கேஸ்டிங் யார் பார்த்தீங்கன்னா ஜெயசூர்யா, சம்யுக்தா மேனன், சித்திகி, சந்தோஷ் கீழத்தூர், ஜானி ஆண்டனிடா, ஸ்ரீலட்சுமி. இந்தியன் மலையாள லாங்குவேஜ் பயோகிராஃபிக்கல் ட்ராமா ட்ரூ ஸ்டோரியா? அப்படியா? எங்கே போட்டிருக்கு? இல்லைக்கா, பயோகிராஃபின்னா ஓ, நம்ம கடைசியில் போடுவாங்க ஃபோட்டோ. செகண்ட் பேராகிராஃப் முரளி ஃபர்ஸ்ட் லைன்ல குன்ன பொறுத்து இது அந்த படத்தோட கேஸ்டிங் ஹாண்டர் எல்லாமே. சரி, நம்ம வெள்ளம் மூவி ரியாக்ஷன் போட்டோம். வெள்ளம்ன்றது தண்ணி இல்லை போலடா, அந்த தண்ணி சரக்கு. சாகர நீலிமகள் தூமிழிகளே சாகர நீலிமகள் தூடவே. സാമ്പാർ ഷീന സാമ്പാർ വന്നടി. എടാ മുരളി, നീ നീ പളമ്പിൽ നിർത്തി ഭക്ഷണം കഴിച്ച് പിന്നെ കഴിക്കാം. നീ ഇന്നലെ മുതലൊന്നും കഴിച്ചില്ല, ഞാൻ കാണണല്ലേ. ഇനി നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തണമെങ്കിൽ ഇവൾക്ക് കുട്ടി ഉണ്ടായിട്ട് വേണം. സീറ്റുണ്ടായിരിക്കേ, ഞാനല്ലേ പറയുന്നത്. മോൻ ഇതൊന്ന് പിടിച്ചാൽ വന്നിരുന്നേ, ഇരിക്കേ. നമ്മുടെ കുടുംബത്തിലെ പയ്യനാ, മിടുക്കനാ, ഭയങ്കര അധ്വാനിയാ. ആരാന്നറിയോ? കൈമൾ സാറ് ഗാന്ധിയനാണ്, ദണ്ഡയാത്രക്കൊക്കെ പോയിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കൊന്നും കാര്യമില്ല, ഒട്ടുമില്ല, തീരെ. ഇതിനൊക്കെയാണ് ഗാന്ധി യോഗ പഠിക്കണം. അനാഥാശ്രമത്തിൽ മഹാത്മജിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നമ്മളെ കാണുമ്പോ ആ ഒരു ചൈതന്യവും ആ ഒരു ശാന്തിയും ഒക്കെ വഴിനൊടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈശ്വരാനുഗ്രഹം. കുറച്ച് വെള്ളം ചുരുതാതി. ഒരു ഗാന്ധിയെ കൊണ്ട് ആരാ മദ്യം കണ്ടിട്ട് സ്നേഹികളെ ബഹുമാനിക്കാത്ത തെണ്ടികളായിട്ട് നമുക്കൊരു ബന്ധം കണ്ട ജീവിതത്തിൽ പച്ചവെള്ളം പോലും ചവച്ചുപിടിക്കാത്ത ആദർശവാനായ ഈ ഗാന്ധിയെ കൊടുത്താൽ മതി. അച്ഛനോട് കൊടുക്കണം.
ചോദ്യം പറഞ്ഞുതരാം, ഉത്തരം മാത്രം എഴുതിയാൽ മതി. വാട്ട് ഇസ് പൊല്യൂഷൻ? ഇതെന്തെന്നാ ഇപ്പോൾ ഇവിടെ IAS പഠിക്കുന്നു, രാത്രി മുഴുവൻ എടുത്ത് പഠിപ്പിക്കാൻ. മീനു മീനു പുസ്തകത്ത് നോക്കി എഴുതി. മീനു ഇതെന്തേലും ഉറങ്ങിയില്ലേ? சொல்லிட்டாங்களே வீட்டில் നേരത്തെ காலையில் രണ്ടാമത്തെ ചോദ്യം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഫോൺ എന്തിയടാ? ഒരു സെക്കൻഡ്, പാട്ട് പാടല്ലേ? മുരളി ഒന്ന് വിളിച്ചു നോക്കാം, എടുത്താ മതിയായിരുന്നു. ആ മുരളിയെ, എടാ മോനെ, ഞങ്ങൾ 5 മിനിറ്റിനകം എത്തും. നീ റെഡിയല്ലേ? ആ അതെ, 5 മിനിറ്റിനകം എത്തും കേട്ടോ. റെഡിയായി നിൽക്കണേ. എൻ്റെ കയ്യിൽ നിന്ന് 500 രൂപയും മേടിച്ചു പോയ ഒരാഴ്ചയായി. ഇപ്പൊ മനുഷ്യന്റെ അഡ്രസ് ഇല്ല. മോന്റെ ഫീസ് അടക്കാനുള്ള പൈസയാണ്. മുരളിയുടെ കാശ് തന്നിട്ട് പോ. നിങ്ങൾ പറഞ്ഞിട്ട് കാശ് ചോദിച്ചോ? പാച്ചേനെ ഇറക്കത്തിൽ തന്നെയാ വീട്. അതെല്ലാം സാധനം. എടാ മുരളി, നീ എന്തിനാടാ വെപ്രാളപ്പെടുന്നേ? പെണ്ണ് കാണൽ കഴിഞ്ഞ കംപ്ലീറ്റ് ചെലവ് നമ്മുടെ അബിയുടെ അല്ലേ? മൊത്തം കൊളാക്കും കേട്ടാ. അതല്ലപ്പാ, അടിച്ചിട്ട് പോയാല് ഒരു ഗുമ്മുണ്ടായ ഓളുടെ നാളെന്താ? ആടെ എത്തിട്ട് ചോദിക്കാടോ. നീ ധൃതി വെക്കല്ലാന്ന്. നീ ആടെ ചെന്നിട്ട് വെറുതെ ഡയലോഗ് അടിച്ച് കണ്ടത് പെട്ടെന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ബല പോവും. അല്ല മുല്ലേ, നിങ്ങൾക്ക് നല്ലൊരു കുപ്പായിട്ടൂടെ? എന്നെ കാരണം ലേറ്റ് ആയല്ലോ. കറക്റ്റ് ടൈമിൽ ഞാൻ ലേറ്റ് ആയെന്നാ പറഞ്ഞേ. എനിക്ക് അച്ഛൻ്റെ മീറ്റിംഗ് ഉള്ള. അതെ, ഒന്ന് സ്വീകരിച്ചിരുത്തേ. കാര്യമുണ്ട് കേട്ടാ. പകുതി വെച്ച് ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുടിച്ച് തീർക്കാൻ സമയം എടുക്കും. കൊടുക്കുമോളെ, എളുപ്പം കൊടുക്കുമോളെ, ഒന്ന് കൊടുക്കുമോളെ. അവർക്ക് ധൃതി ഉണ്ടാവും. എനിക്ക് വേണ്ട. എല്ലാവരും അങ്ങനെ തന്നെ ആണോ? എനിക്ക് കേട്ടോ മിച്ചർ. അല്ല, ഓക്ക് എന്തെങ്കിലും എന്നോട് ചാൻസ് എടുക്കണ്ട. അതാ നല്ലത്. അതെ, എനിക്കൊന്ന് ആലോചിക്കണം. എനിക്കൊരു ദിവസം സമയം വേണം. ഞാൻ ബ്രോക്കറോട് പറഞ്ഞോളാം. നിങ്ങൾ ഇരിക്കേ, സമാധാനമായിട്ട് കുടിച്ചിട്ട് പോയാൽ മതി. ജോലിക്കാരിയാ. നീ കുടിക്കില്ല വിരിക്കില്ല, ഞാൻ തട്ടി വിട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാ തുറന്നു വെക്കല്? കച്ചറൊന്നും അല്ലപ്പാ. കുറച്ച് ചാറ് കുറച്ച് മതി. ചാറില്ലാന്ന് പറഞ്ഞില്ലേ? കടയിലല്ലോ ചോദിച്ചോ, കുറച്ച് ചാറല്ലപ്പാ. നിന്നോടല്ലേ ചാറില്ലാത്ത? ചാറില്ലാത്തത് ഇവിടെ ചാറില്ല. ഫുൾ കറി മേടിച്ചാൽ തുറന്നു വെക്കല്. കുറച്ച് ചാറ് തരാൻ പറ്റൂല. നീ വേണേ കറി മേടിച്ചു തന്നെ. ആരണ്ടാ ചൊറയാക്കല്? ചില്ലറാടോ? ചില്ലറ ഇല്ല. എവിടെ കിട്ടും? അവിടെ ചോദിച്ചു നോക്കിയോ? ചിരി കണ്ടാ അറിയാം. അടിക്കൂല. ഏട്ടാ, ചേഞ്ച് ഉണ്ടാ? ഇതാണോ വലിക്കാത്ത കുടിക്കാത്ത പയ്യൻ? അതിന് നിങ്ങളിൽ ഉണ്ടാവുന്ന നമ്മളറിയാം. അതിന്റെ വേറെ അല്ലടാ. അപ്പൊ നാളെ വിളിക്കാം. വേണ്ട, വിളിക്കണമെന്നില്ല. അതും പോയി. വാടാ, ചേഞ്ച് ഇല്ല. എന്താ ഈടെ നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്? ഇതൊക്കെ കൊലിക്കും. കള്ളിഷാപ്പൊക്കെയാ. പെണ്ണുങ്ങൾക്ക് കള്ളില്ല. നിങ്ങളുടെ കൂടെ ആണുങ്ങളുണ്ടോ? ആണുങ്ങളില്ല, പക്ഷെ ഞങ്ങൾ 5 പേരുണ്ട്. നിങ്ങൾ 5 അല്ല 10 പേരുണ്ടെങ്കിലും പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ കള്ളു കുടിക്കില്ല. അങ്ങനെയൊന്നും പെണ്ണുങ്ങൾക്ക് കള്ളില്ലാന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്താണേലും കാര്യമില്ല, ഇവിടെ കള്ളില്ല. നമ്മള് കുറെ ഷാപ്പൊക്കെ കണ്ടിട്ടുള്ള. ആയിക്കോട്ടെ, ഈ സ്ഥലം അത്ര നല്ലതല്ല. നിങ്ങൾ വീട്ടിൽ പോയി ആവശ്യമൊന്നുമില്ല. തടിമാറണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ പേടിപ്പിക്കുമ്പോ പേടിക്കാൻ നിൽക്കുന്നു? ചേട്ടാ, കള്ള് തരില്ലെന്ന് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ? പൈസ ഉണ്ടോ? പൈസ ഉണ്ട്, ആണില്ല. ചേട്ടന്റെ പേരെന്താ? മുരളി നമ്പർ. നിങ്ങളെ പിള്ളേരാണ്. നിങ്ങൾ എൻ്റെ പേരൊക്കെ ചോദിക്കരുത്. കള്ളു കുടിക്കാൻ. എൻ്റെ പേര് കുടിക്കാനാണ്. ചേട്ടാ, ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ. ഈ ഷാപ്പിൽ കള്ളു മാത്രമേ കിട്ടൂ? വേറെന്തൊക്കെയാ സ്പെഷ്യല്? ഇവിടെ കള്ളു മാത്രമൊന്നുമല്ല, നല്ല കപ്പയുണ്ട്, മത്തിക്കറി ഉണ്ട്, പാട്ടുണ്ട്. പിന്നെ മാഷേ, ഇതാണ് ഞങ്ങളുടെ ഇല്ലാത്ത വിശ്വാസം. ഭയങ്കര പാട്ടാണ് മാഷ. നമ്മളെ പാട്ടൊന്നും ഒരു കുറി കണ്ടു നാം പിരിയുന്ന നേരം മിഴികളിലെന്നും മറന്നു വച്ചു.
இதே குடிகார மாதிரி போன ஒருத்தர் 1 வருஷம் இருப்பான். குடிகார மாதிரி இரிட்டேட்டாக இருந்துச்சு. இது ஒய்ஃபா தங்கச்சியாடா? சரி ആടൊക്കെ രാവിലെ തുടങ്ങും. ഇവിടെ കൂടെ പോകുന്നു. ലാലേട്ടന് പടം രാവിലെ തന്നെ കുടിച്ചിനല്ലേ? രാവിലെ തന്നെ കുടിച്ചിനല്ലേ? എന്തൊക്കെയാ പറയുന്നത്? ലാലേട്ടന്റെ പടം റിലീസ് ആവുന്ന ദിവസം കാലത്ത് കുടിക്കില്ല നിങ്ങൾക്ക് അറിയാം. ശരണോ പറഞ്ഞു ഇനി കഴിക്കും. സത്യം ചെയ്യൂലേട്ടാ, സത്യം ചെയ്യും. കുടിക്കൂലപ്പാ. നിന്നോട് ഞാൻ പലതരം പറഞ്ഞിട്ടില്ലല്ലോ ഈ കള്ളൂടി എന്റെ കൂടെ നടക്കരുതെന്ന്. നിനക്ക് അത്രക്ക് ഇഷ്ടമാണ് മുരളിയേട്ടനെ. ഞാൻ മൂപ്പരോട് ഇറങ്ങിപ്പോവും. കുടിയന്മാരൊക്കെ ഇനി പ്രേമിക്കാനും കൂടി തുടങ്ങിയ എന്ത് ചെയ്യാനപ്പാ? ഇവിടെ ഒരാളിപ്പം കുടിക്കായിരുന്നിട്ട് എന്താ കാര്യം? പടം തുടങ്ങി കയറാമോ? പടം കണ്ടിട്ട് നിങ്ങൾക്ക് ലാലേട്ടൻ വിളിക്കാനായിട്ട്. അസ്സലാമലൈക്കും. മാഫി മുഷ്കിൽ. സോറി ഫോർ படத்தில் ஜீவாவாக இருப்பான்டா. அப்படியா? ഇവള് നാളെ പെശകാണ്. കുടുംബക്കാരിയാ? ഒന്ന് പോകണം. കഴിഞ്ഞ ആഴ്ച 2 പേരോടൊപ്പം കറങ്ങിക്കടം കണ്ടില്ല. അന്ന് അതുപോലെ വരുമ്പോഴാ ആക്സിഡന്റ്. അന്ന് എനിക്ക് താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. ഇപ്പൊ പറഞ്ഞോളൂ. താങ്ക് യു. വെൽക്കം. അല്ല സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ. എന്ത് ബിസിനസ്? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. അമ്മ എന്ത് പറഞ്ഞാലും മുരളിയേട്ടൻ ആൾ എക്സ്ട്രാ ഡീസന്റ് ആണ്. കള്ളുകൂടിയാലുണ്ട്, ശരി തന്നെ. അത് പോരെ, കുടിച്ചാലും നാട്ടിലെ എല്ലാ കാര്യത്തിനും ഓടി എത്തുന്നില്ലേ മുരളിയേട്ടൻ? ഇപ്പൊ കുഞ്ഞേച്ചിന്റെ കല്യാണത്തിന് തന്നെ ആരെയും ഉണ്ടായിനി ഓടി നടക്കാൻ? എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അച്ഛനോട് നീ ഓന്റെ കാര്യം പറഞ്ഞ് തർക്കിച്ചില്ലേ? അതും ആ കള്ളുടിയന് വേണ്ടിയിട്ട്. അച്ഛന്റെ കാര്യം നിന്നോട് പറയണ്ട. അച്ഛൻ കള്ളുടിക്കൊന്നുമില്ലായിരിക്കും, പക്ഷെ അച്ഛൻ കുടിക്കാതിരുന്നിട്ട് ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഒന്ന് നിർത്തുണ്ടോ നീയെ എന്നും ഓനെ പറ്റിയുള്ള ഒരു വർത്താനം? ആ പിന്നൊരു കാര്യം, നിങ്ങൾ അച്ഛൻ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് എന്നെ മുരളിയേട്ടൻ നോക്കും. അതെനക്ക് ഉറപ്പാ. സ്ത്രീകളെ ബഹുമാനിക്കാൻ അവർക്ക് നല്ലോണം അറിയാം. ആരോട് അങ്ങനെ മൂത്രയ്ക്കാൻ പോണ്ടേ? മുടി പിടിച്ചു എനിക്കെന്താ വേണ്ട? ഉമ്മൻചാണ്ടിയുടെ അങ്ങനെ ഞാൻ ആ കമ്മീഷൻ അറിയണോടാ. ഞാൻ കണ്ടതാ. നീലടെ എന്റെ കാലി കയറി പിടിച്ചത്. നീയല്ലേ കാലി പിടിച്ചത്? നീ വലിയ എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ ഇതോടെ വേറെ 2 ചെക്കന്മാരോടൊക്കെ ഇറങ്ങിയ ഞാൻ കണ്ടി. പിന്നെ ടൈൽസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്പനി ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്റെ അല്ല മുതലാളിയുടെ. ഓരോരുത്തരും അങ്ങോട്ട് ഒപ്പട്ടെ. എന്താ പേര്? വിജയൻ. വിജയൻ മാറ്റി പാടില്ല കൈ കഴിഞ്ഞിട്ടില്ല. വരാൻ പറ. വരാൻ പറ. എന്താ പേര്? മധുരിമ. നിങ്ങളാണോ പരാതിക്കാരി? നിങ്ങള്? എൻ്റെ ഭാര്യൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഇതോളെ ഭർത്താവ് ലിജി, ഇതോളെ അനിയൻ മധു. കുടിച്ചിട്ട് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. സാമൂഹ്യ വിരുദ്ധനാണ് സാർ. മൂപ്പരല്ല സാർ പ്രശ്നം ഉണ്ടാക്കിയത്, ഇയാളാണ്. അല്ല കൂടെ അവൻ ഉണ്ടായിട്ടല്ലേ സാറേ? തിയേറ്ററിലുണ്ടായിനാ പുറത്തേക്ക്? ഇതിൽ ആരെയാ തല്ലിയത്? ആരാടാ തല്ലിയത്?
അങ്ങോട്ട് കടന്നേക്കടാ. ഇനി തിരിഞ്ഞേക്കാൻ എന്നോട് പ്രത്യേകിച്ച് പറയണ. തിരിഞ്ഞേക്കടാ. എന്താടാ കളവ് പറഞ്ഞിട്ടാ സാറേ തല്ലി. കളവ് പറഞ്ഞാൽ നീ അങ്ങ് തല്ലുവോ? ഉമ്മൻചാണ്ടിന്റെ പെങ്ങളെ മോനാന്ന് പറഞ്ഞിട്ട് കളവാ. ഉമ്മൻചാണ്ടിക്ക് അങ്ങോട്ട് പെങ്ങളില്ല സാർ. കളവ് ഗീതോട് പറഞ്ഞിട്ട് ഈ കുട്ടീനെ ഒരു മൊഴിയെടുത്തങ്ങ് വിട്ടേക്ക്. അങ്ങോട്ട് കിടന്നു. ഈ രണ്ടുപേരെയും കൊണ്ടുപോയിട്ട് ആ താലൂക്ക് ആശുപത്രിയിലെ കക്കൂസ് ഒന്ന് ക്ലീൻ ചെയ്യിച്ചേക്ക്. ശരി സാർ. ഒന്ന് വിട്ടേക്ക്. മധുരിമ ഗീത കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. സാർ എനിക്കിതിൽ വിശ്വാസമില്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലാണ് എനിക്ക് വിശ്വാസം. മാനഭംഗപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടെ ഒരു സ്ഥലത്ത് വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കും വിധം പെൺകുട്ടിയുടെ തുടയിലല്ല, കാലിൽ. സ്ത്രീകളോടൊക്കെ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പഠിക്കട്ടെ. അകത്ത് കിടന്നു ഒരു 40 ദിവസം. മധുരമോനെ തല്ലിയോണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. പെൺകുട്ടീൻ്റെ തൊടയിൽ നുള്ളിന്നാ വാർത്ത. ഫസ്റ്റ് ചെക്കനാ. അതെ അതെ അതെ, എന്തൊക്കെയായിരുന്നു. ജയിലിൽ കിടന്ന പ്രകാശൻ അവനന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് മരിക്കാൻ കിടക്കുന്ന നമ്മുടെ ഈ മുരളിയാ. എന്നിട്ട് നന്ദി കേട്ടവൻ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഇറക്കണ്ടായിരുന്നു. എന്താകാൻ? നിഷമോൾ അന്നേ വേറെ കല്യാണം കഴിച്ചു പോയി. മുരളിയുടെ കാര്യം ഗോപി. പാവ മുരളിയേട്ടനല്ലേ. ഈ മുരളിയുടെ കൂടെ വന്നത് ആരൊക്കെയാ? ഡോക്ടർ വിളിക്കുന്നുണ്ടേ. ആരാ? മാഷ മുരളിയുടെ. അടിയോ? പിന്നെ കൂട്ടുപോ. എന്നാ ഇനി അധികകാലം കൂട്ടുപോകാനൊന്നും അയാൾ ഉണ്ടാവില്ല. അയാളുടെ കരളൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അയ്യോ, അപ്പൊ ഇനി മദ്യപിക്കാൻ പറ്റത്തില്ല. ബെസ്റ്റ് മാഷും കുട്ടികളും. അച്ഛാ, ഈ വാട്ടർമാൻ എന്താ? ഏതു നേരവും വെള്ളത്തിന്റെ പുറത്ത് നടക്കുന്നവരെ വിളിക്കുന്ന പേരാ മോനെ. എന്നോട് പറഞ്ഞു കൊടുക്കല് അത് ഈ വെള്ളം കൊണ്ട് പോകുന്നവരെ വിളിക്കുന്ന പേരാണ്. സുനിയേ, ഇതില് 2 കോയിനെ കാണുന്നില്ലല്ലോ. കുറുക്കന്മാരിട്ടും പിടിച്ചാ? 2 ദിവസം മുന്നേ പെണ്ണ് കാണാൻ പോയവർ എപ്പോഴാ വീട്ടിൽ തിരിച്ചെത്തിയെന്ന് ചോദിക്കാമേ. ഷോ, മോൾക്ക് മുട്ട കൊടുക്കാൻ പോറ്റിയ കോഴിയാന്ന്. നീ ഒരുപാട് ഗുണം പിടിക്കില്ലടാ. അത് ഈടെ വന്ന് ജനിച്ചോണ്ടാണ് ഗുണം പിടിക്കാത്തത്. അപ്പുറത്തെ വീട്ടിൽ ജനിച്ചാൽ മതിയോ? ഇവിടെ എന്താ തണുപ്പാന്നല്ലടാ. എന്റെ പൊന്നും മുരളിയേട്ടാ, വീട് ഇരുന്നാ പിന്നെ ചൂടുണ്ടാവുക. അതല്ലടാ, അത് ഈ കല്ലിൻ്റെ. പിന്നെ ഈ കല്ല് വെട്ടിയേക്കുന്നു. കല്ലൊന്നും വെട്ടി. അതാണ് അതൊക്കെ എത്ര കല്ല് വെട്ടിയേക്കുന്നു. നിന്റെ തണുപ്പാന്ന്? അതിന്റെ തണുപ്പാണ്. ഇവിടെ നല്ല ചൂടാണ്. അമ്മ ഏതാ പുറത്ത് കിട്ടിയത്? എന്റെ ഫുള്ളിന്റെ പൈസയാണ് ഓള് എറിഞ്ഞ് കളഞ്ഞു. മച്ചന്റെ ബെൻസ് കയറാൻ പോകുന്നില്ലേ? സജി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ബെൻസ് കാർ വാങ്ങിയിട്ടുണ്ട്. ഇന്ന് പാർട്ടി ഉണ്ട് പോലും. മച്ചനും വന്നിനാ? എന്നെ വിളിച്ചില്ലപ്പാ. വിളിച്ചിട്ടുണ്ടാവും. നിങ്ങളെ പോലെ ചത്തോണ്ട് അറിയാത്താന്ന്. അത് നേരാന്ന്. ചത്ത് കിടക്കില്ല, പിന്നെ അങ്ങനെ വിളിച്ചാൽ കിട്ടില്ല. ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. ഇപ്പം മനസ്സിൽ വിചാരിച്ചില്ല എങ്ങനെ 2 കഴിക്കാൻ പറ്റുമെന്ന്. കണ്ടിനാ, നീ എന്റെ ദൈവദൂതനാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടിച്ചെന്താ? സ്കോച്ചോ വിസ്കിയോ? BMW നിന്റെ കാണാനില്ലല്ലോ. നീ എടുത്ത് പോയി കൂടി. നല്ല ഓട്ടാന്നപ്പാ. നിന്റെ ഓട്ടം സജി കൊണ്ടുവന്നേടാ. നിങ്ങളുടെ കഴുത്ത് ഒഴിഞ്ഞു പോലപ്പാ. മുള്ളുണ്ട്. ഇതാരപ്പ മുരളിയേട്ടനോ? അടുത്ത മാസം. വാലേക്കും അസ്സലാം. എന്ത് കോലാണ് ഞാൻ അറിഞ്ഞു മച്ചനെ വന്നത്. ഇതേ എന്റെ അമ്മായിയുടെ മോനാ, വാട്ടർമാനാ. ഫുൾ ടൈം വെള്ളത്തിലാ. ഇവന് ഈ ടൈൽസിന്റെ പണിയാ. തറ തറ. ഓ ശരി. മച്ചന്റെ ക്ലാസ് ആണെന്ന് കരുതിട്ടാ. അമ്മാവിന്റെ മോൻ. വിടം മുള്ളിച്ചല്. പിന്നെ പിന്നെ നീ അതല്ല അവനെ അടിക്കണ്ട. இல்லை இப்போ ஒரு வெறி எதில் போகிறாங்க. ஐயோ சரிகமோ அப்படி எடுத்துட்டு போய் கொடுத்துட்டு എന്റെ മോനിപ്പോ പ്രൊമോഷൻ കിട്ടി തഹസിൽദാറായിട്ടോ തലശ്ശേരിയിലാ.
ഇവനൊക്കെ വീട്ടിൽ പോയി കിടന്നൂടെ? നാരായണ പോയിക്കോ, എനിക്ക് വീട് വേറെ ആളെ കാണാം. இதுங்க வராரு வழியாது போற வழியா ജെയ്സൺ ആശുപത്രിയിലാണ്. നമ്മുടെ ജെയ്സൺ ആശുപത്രിയിലാണ്. അയ്യോ ഡെങ്കിപ്പനി ആണോ? ഒരു 1600 ഒരു 1600 എന്റെ പൈസ ഇല്ലപ്പാ. ഈ കട്ടെല്ലാം വെട്ടി കെറ്റി കഴിഞ്ഞാ പൈസ 112 ഇതൊക്കെ എപ്പോ തീരാനാണ്? പൈസ ഇല്ല, കീശ നിങ്ങളൊരു ബംഗാളി എനിക്ക് തല്ല് മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. ചോദിച്ചിട്ട് കാര്യം ഞാൻ കൊടുത്താലേ ഉണ്ടാവുള്ളൂ, ഒരിടത്തുണ്ടാവില്ല. ഞാൻ അതിലപ്പുറം എന്റെ പൈസ ഇല്ലായിട്ടാണ്. ഞാൻ എന്ത് പറയുന്നു? വിളിക്കല 2 റോഡ് വന്നിട്ടില്ലപ്പാ. പോയില്ല. ഓനോടെ പോന്നു இல்ல வேலை செஞ்சு പ്രശ്നമല്ലോ. யாரும் மதிக்க மாட்டாங்க. வேலை செஞ்சு வாங்க ஓட்டின்னு போயிருப்பாங்க. அதான் சொன்னால நீ சொல்ற மாதிரி ஃபுல்லா இது பண்ணிட்டு உழைச்சி சம்பாதிக்கக்கூடாது. நான் அவ்வளோ பண்ணிக்கிறேன், இப்போ காசு கொடுங்க. என்ன அது செங்கல் கட் பண்ணுறாங்களா? இது செம்மண் இது நினைக்கிறேன்டா. செங்கல் இப்படி கட் பண்ண மாட்டாங்க. செங்கல் செய்ய தானே ஸ்டென்சில் வச்சு தானே செய்வாங்க. வச்சா வீடு கட்டுவாங்க. எவ்வளோ அது ஏதோ பிரிக்ஸ் சொல்லுவாங்க. നാച്ചുറൽ ബ്രിക്സ്. വിജയേട്ടങ്ങൾ കളിക്കില്ല, പെട്ടെന്ന് പോയിട്ട് കാര്യം എന്താ ബാബ പറഞ്ഞ എനിക്കറിഞ്ഞൂടെ മുരളീനെ. ഓരെല്ലാം കൂടെ വെട്ടി ഒറ്റക്ക് കയറ്റാൻ പോവാ. എന്താ പൈസ എടുക്കതാ? ഹോസ്പിറ്റലൊന്നുമില്ല. ഓനെ ഞങ്ങള് ബാറിൽ പണയം വെച്ചേക്കുന്നു. എടാ എന്നാ പിന്നെ എന്തെങ്കിലും സ്ഥിരമായിട്ട് പണിയെടുത്ത് ജീവിച്ചോടാ. നിനക്ക് വെറുതെ ഇരിക്കണ സുഖം പണിക്ക് പോയി കിട്ടൂടാ. വേറെ ആഴ്ച പണിയെടുക്കണോ? ഇതിൽ കേട്ടതെങ്കിൽ ഇത്രയൊക്കെ എന്തായാലും ഇന്ന് പഠിക്കണോ? ഒരു വാരം പണ്ട് പാടുക. മലയാളിയെ ഒന്നുമില്ല, ഗൾഫിലെ സജിയുടെ ഏട്ടന്റെ വീട് ചോദിച്ചാൽ മതി. മുറ്റത്തിന്റെ ബെൻസ് കാർ അടപ്പുണ്ട്, കണ്ടുപിടിക്കാൻ എളുപ്പമാ. പായസം ഈ ഗ്ലാസ് ഒഴിക്കണോ അല്ല ഇതിൽ ഒഴിച്ചാൽ മതി? ഇതില് ആ ബന്ധുക്കളൊക്കെ ഇപ്പോഴാണോ വരുന്നത്? വന്നില്ലേ മോളെ? ഇടത്തില്ലേ? എവിടെയും കണ്ടില്ലല്ലോ. വാ വാ വാ. ഉണ്ടോന്നറിയില്ല, നോക്കട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കും. പിള്ളേരെ കൈ പിടിച്ചുള്ള താങ്കിയൊന്നും വേണ്ടട്ടാ. പിടിക്കാൻ തള്ള ഏത് നേരം നോക്കിയാലും ഇവനൊക്കെ ഒടുക്കത്തെ വെള്ളത്തിന്. പിന്നെ ഞങ്ങള് തരാൻ പോയാണ് ഇപ്പൊ കാശങ്ങാട്. ദുബായിന്ന് വാങ്ങിയതാ, 4 പേരുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി മോതിരം മാറ്റൽ ചടങ്ങ് നടത്താൻ പോവുകയാണ്. എന്തെന്നാ പിള്ളേർ ഒരു വക സൂക്ഷിക്കില്ല. போய் சொல்லி ஆகணுமா? அது இல்ல மேபி அவர் எடுத்துக்க மாட்டார் போல. அந்த பாட்டி பார்த்தாங்க இவன் தான் நான் கூட புதுசா இருக்கேன். നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഞാൻ കണ്ടതാണെന്നേ. ഉറപ്പാണോ നിനക്ക്? നിങ്ങൾ ശരിക്കും കണ്ടതാണോ? വെറുതെ പറയല്ലേ. എന്റെ പൊന്നെ, ഈ പെങ്കുച്ചിന്റെ കൈ കയറി പിടിച്ച് മുള്ളി പിടിക്കണം ഞാൻ കണ്ടതാണെന്നേ. പക്ഷെ എനിക്ക് ഷെയ്ക്കാരുത് അങ്ങനെ. നീ ആരാ? സാനിയ മിർസ. വാ അവനോടെ. നീ എന്തെന്ന് അഭിനയിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ്. ഈ ഷീനയുടെ മോതിരം എടുത്ത് ഞങ്ങൾ തിരിച്ചു കൊടുത്തേക്കാം. എനിക്കെന്തിനാണ് മോളുടെ മോതിരം? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഞാൻ എടുത്തിട്ടൊന്നുമില്ലപ്പാ. നിനക്ക് കള്ളുടിക്കാൻ കാശ് കൊണ്ട് ഞാൻ തരില്ലേ? മച്ചുനെ ഞാൻ കുടിക്കുന്നുണ്ടപ്പാ. എനിക്കെന്തിനാണ് മോതിരം? എനിക്കെന്തിനാണ് മോളുടെ മോതിരം? ഞാൻ എടുത്തിട്ടില്ല മച്ചുന. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എനിക്കെന്തിനാണ് അവളുടെ മോതിരം? ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തറിയാം. എനിക്ക് കൈ തന്നല്ല. ഞാൻ എടുത്ത് അങ്ങനെ പറ. പെപ്സി വെച്ചപ്പോഴത്തേക്ക് കൈ കൊടുത്താന്നപ്പാ. നാടകം കളിക്കല്ലേ? ഞാൻ എടുത്തിട്ടില്ല. അവളോട് ചോദിക്കും. പ്രശ്നം തരും അല്ലെ? പോലീസിനെ വിളിക്കും. മക്കളൊക്കെ നല്ല ഭാഗത്ത് തല്ലി വളർത്തണം, അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും? ഏട്ടാ ഏട്ടാ, ഓൻ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കും. നാട്ടിലിറങ്ങി കക്കൂല. നമ്മുടെ മോൻ കുടിയന, പക്ഷെ കള്ളനല്ല. ഞാൻ എടുത്തിട്ടില്ല മച്ചന. എന്നെ അമ്മ എടുത്തിട്ട് അമ്മ ഞാൻ എടുക്കൂലെന്ന് പറയാം. உள்ள அந்த ரிங்கு தான் பொண்ணு போட வேண்டியதாவோ. அந்த பொண்ணு அங்கே உட்காந்து கழுவி நின்றுல. ஆ நீ என்ன சொன்ன?
அது அங்க உட்காந்து அந்த இதுல தாண்டா பக்கெட்ல தாண்டா எல்லாத்தையும். இல்லை இப்போ பையன் ஒரு ரிங் கூட பொண்ணு ரிங் கூடலாம் அந்த ரிங் இல்ல இல்ல அப்போ அப்புறமா சொல்லிக்கலாம் மேடம். உனக்கு தெரியுதா? எங்க தெரியுது எனக்கு தெரியல. நானும் இருக்கு பாருங்க. நீ எவ்வளோ நேரம் பார்க்க ஃபோக்கஸ் அங்கே இருக்கு. வந்துச்சு வந்துச்சு போயிட்டு வந்துட்டாரா அங்க இருந்து சம்பாதிக்க வேண்டியது இல்ல அங்கேயுமே ஒரு அசிங்கம் சம்மதிக்க வேண்டியது. ஒழுங்கா இப்ப வர எல்லா ஆச்சு போந்துருவேன். அப்போ அந்த அடி அடிக்கிறது அம்மா கரெக்டாக நோட் பண்ணி வச்சுருவாங்க. இல்ல அது எல்லாருக்குமே தெரியும்ல. വാ വരുമ്പോ എല്ലാരും ഉണ്ടല്ലേ ക്ഷണിക്കാനൊക്കെ തുടങ്ങി ഓരോ വീടുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. രഘു വിമലി വന്നിട്ട് അന്ന് ചെറിയൊരു പ്രശ്നമായല്ലേ. അതിപ്പോ ആരായാലും പറഞ്ഞു പോവില്ലേ. അന്ന് സജിയുടെ കൂട്ടുകാരാ അതങ്ങ് വലുതാക്കിയത്. ഇങ്ങനെ തന്നെ പറയാറില്ല മുരളിയുടെ ഓരോ. സജി നല്ലോനാ. കല്യാണത്തിന് 5 പവന്റെ സ്വർണം ഓനല്ലേ വാങ്ങി തന്നത്. ഓൻ കുടുംബസ്നേഹിയാ. അതെ അടുത്ത മാസം 26-നാണല്ലോ കല്യാണം. അപ്പൊ ആ 25-ഉം 26-ഉം കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്യണം. അത് പിന്നെ പറയണോ? അതല്ല 2 ദിവസം ഉണ്ടപ്പനെ മുറിയിലൊന്ന് പൂട്ടിയിടണേ. വീട്ടിലെ ആദ്യത്തെ കല്യാണല്ലേ. എനക്കെന്താ ഭ്രാന്തോ? എന്നെ പൊട്ടും തൊട്ട് വന്നൊരു കാര്യമില്ല. അത് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പഠിക്കണം. പെറ്റ വയറായി പോയി. അല്ലെങ്കിൽ ചോട്ടില് വിഷം ചേർത്ത് കൊല്ലായിരുന്നു. ഞാൻ എന്താണ് ചെയ്ത് നിർത്താൻ പറ്റണ്ടേ? ആരെങ്കിലും മനഃപൂർവ്വം കുടിക്കോ? നിർത്തണമെങ്കിലേ ആദ്യം കണക്ക് കുടിച്ചു കൊടുക്കും. മനസ്സിലാവും. അച്ഛൻ വന്ന മതി അമ്മ. എന്നാ അമ്മ തന്നെയല്ലേ വരല്? റിഫൈൻഡ് ഉപ്പ് വരും, സിയന്റെ പപ്പയും വരും. അനങ്ങാതിരിക്കും. രണ്ടും നടന്നു രണ്ടും കൂടി. എന്റെ സ്കൂളിൽ PT മീറ്റിംഗാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അച്ഛാ? അയ്യോ അത് ഞാൻ മറന്നുപോയി. നമുക്ക് പോവാം. ഞാൻ പോവാം. അല്ലെങ്കിൽ ഞാനല്ലേ പോകണ്ട. ഒരു കുപ്പായം പോലും ഉള്ളത്. നിന്റെ അമ്മ വലിയൊരു തുന്നക്കയ്യാണ്. ഒരു അട്ടുപോലും അടിക്കാറില്ല. നമ്മൾ താഴേക്ക് വന്നു. ഇപ്പൊ മനുഷ്യന്മാര് വെള്ള ഷട്ടൊക്കെ നടക്കുന്നത്. ഓടി ആടെ PTA മീറ്റിംഗാ, അല്ലാണ്ട് ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള മീറ്റിംഗ് ഒന്നുമല്ല. ഓടി എൻ്റെ മോളുടെ കൂടെ നന്നായിട്ട് പോയി നോക്കല്ലേ. അയ്യോ ചെരുപ്പ് പോലുള്ളപ്പാ. അത് അച്ഛന്റെ ചെരുപ്പാണ്. പിന്നെ കുപ്പായാലും കടയിൽ നിന്ന് വല്ലതും മേടിക്കാം. സൈക്കിൾ പോകണം നടന്നു പോകണം. ഞാൻ പിടിക്കാച്ചാ. പിന്നെ നല്ലതൊക്കെ പഠിക്കുവോ അതോ അടുത്ത സാറുമാരുടെ മുമ്പിൽ നീ എന്നെ നാറ്റിക്കോ? ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. എനിക്കറിയാം. നീ 6 A B പഠിക്കുന്നു. എന്റെ അച്ഛ ഞാൻ 5-ലാ, 5 A. അച്ഛൻ മീറ്റിംഗിന് മുമ്പ് തന്നെ ഇരിക്കണേ. പിന്നല്ലാണ്ട് ക്ലാസിന്റെ ഫസ്റ്റ് അല്ലേ? ഫസ്റ്റിന്റെ അച്ഛൻ ഫസ്റ്റ് തന്നെ. അച്ഛാ അനക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരുമോ? മീറ്റിംഗിന് മുമ്പ് തന്നെ ഇരിക്കണേ. ഞാൻ വേം വരാം. അച്ഛ എവിടെ പോന്നു? എനിക്ക് കൃഷിഭവനിൽ ഒരു ഒപ്പിടാൻ. അച്ഛ 11 മണിക്കാ. ഞാൻ വേം വരാം. കേറിക്കോ. എന്നല്ലോ സുഖല്ലേ? നീ വീട്ടിലേക്ക് പോമോ? അച്ഛൻ വന്നിട്ട് ഇതുവരെ? അല്ല അച്ഛ ഇപ്പൊ വരും. അച്ഛൻ വന്നോളും. പ്രാർത്ഥന ചൊല്ലാനില്ലല്ലോ. മോള് വാ. വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയതായിരിക്കില്ല. എന്താ മിന്നോ? എനിക്ക് പഴയ ടേബിൾ മതി. ഇത് നല്ലതല്ലേ? കുഞ്ഞു പഠിക്കണ മേശ വരെ കൊണ്ടുപോയി വിറ്റ് കുടിച്ചാണ്. സൂക്ഷിച്ചോ, നിന്നെയും കൊണ്ടുപോയി വിൽക്കും. என்னடா இருப்பாடு போட்டு அடி அடிக்கணும். മേടിക്കാൻ പൈസ ഉണ്ടോ? ഓളെങ്ങനാടി ഓളെങ്ങനാ? ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടെങ്കിൽ വാ 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 ബിരിയാണി കഴിക്കാം. ഓളെ വിളിക്കേ ഓളെ വിളിക്ക ഓളെ നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാം. ഇത് നല്ല ബിരിയാണി കവറിന് എവിടെയാണെന്നാണ് അമ്മയുടെ തുടങ്ങിയോ? അമ്മയുടെ തുടങ്ങിയോ? എന്ത് നിങ്ങൾ നോക്കല് നല്ലതാ മതി. ഞാൻ മുട്ട നീ വെച്ചോ
മാറിയിരിക്കുന്നു കേട്ടാ ഉപദ്രവിക്കാതെ മാറിയിരിക്കും ബിരിയാണി ഇനി മേലാൽ എന്റെ മേത്ത് കൈവച്ച കെട്ടി കൊണ്ടുവന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഇങ്ങോട്ട്. എന്റെ കുട്ടീന്റെ കാര്യത്തിൽ ഇടപെട്ട കൊല്ലും ഞാൻ നിങ്ങളെ. തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്, കുടിച്ചിട്ട് വന്ന് വീട്ടിൽ കയറി വന്ന മെക്കട്ടി തരാത്. തിരിച്ച് കിട്ടുന്നു തോന്നിയാണ്ടല്ലോ താനൊക്കെ നിർത്തിക്കോടും. നിർത്തിക്കും ഞാൻ. காஃப் சிரப்பா அட்டி தான் போகுது. അമ്മേ നിന്നുന്റെ മാല പോയി പിടിക്കടി. പുള്ളിട്ടാ അടക്ക്. മോടെ മാല ഉണ്ട് പോ. മോടെ മാല ഏത് മാല? മോടെ മാല ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? നീ എന്തിനാ കാണിക്കുന്നത്? ഞാൻ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? மழைக்கான நீர் അമ്മ ഇവിടെ എന്നെ കൊല്ലാൻ നോക്കുന്നത്. ഞാൻ ചത്ത നിനക്ക് സമാധാനാവില്ല. ഞാൻ ചത്ത നിനക്ക് എല്ലാവർക്കും സമാധാനാവില്ല. നിനക്കും ഞങ്ങൾക്ക് തന്തക്കെല്ലാവർക്കും ഞാൻ ആ മാലയുടെ വട്ടക്കണ്ണി ശരിയാക്കി കൊടുക്കാൻ പോയതാണ്. നിനക്ക് എന്നെ കൊല്ലണോ അല്ലേ? മതിയായിരുന്നു. നീ എന്നെ കുത്തിടാൻ നോക്കണ്ട. ഞാൻ ചാവും. அம்மா போயிட்டாங்க உள்ள. செயின் எடுத்துட்டாங்களா? ചാൻ പോകുമ്പോഴാണ് നീ ചമ്മന്തി അരിക്കണല്ലേ? സൈനേ എൻ്റെ കല്യാണം ആലോചിച്ച് പോകുമ്പോഴേ വീട്ടുകാരോട് പ്രത്യേകം പറയണം ചെക്കന് വല്ല വട്ടപ്പേരുണ്ടാന്നൊക്കെ ചോദിക്കാനായിട്ട്. ഇവിടെ ഒരാളുടെ വട്ടപ്പേര് അറിയാത്തോണ്ടാ ചേച്ചി കെട്ടുപോയത്. കള്ളനെ കെട്ടിയാലും ഒരു കാലത്തും കുടിയനെ കെട്ടരുത്. ഞാൻ പ്രേമിച്ച് കെട്ടേച്ചി. അത് നല്ലതാ. അപ്പൊ ആ പ്രേമം തീരുന്ന വരെയെങ്കിലും സമാധാനം കിട്ടും. ചേച്ചി ഒരു പൊടിയുണ്ട്. പൊടിയാ? വെള്ളത്തിൽ കലക്കി കൊടുത്താലേ കുടി നിർത്തും. ആർക്ക്? മൂപ്പർക്കാ? ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? അങ്ങനെ മൂപ്പർ അറിയാണ്ടൊന്നും കൂടി നിർത്തണ്ട. അതൊക്കെ അവരവർക്ക് തോന്നിയിട്ട് നിർത്തേണ്ടതാ. ചേച്ചി ഉണ്ട്. ചേച്ചി എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോട്ടാ. നമ്മളീ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും നല്ല സുഖമരണ. വിളി വന്നാ പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റൂ. ഗൾഫ് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പോയാ മതി. നമ്മൾ പറഞ്ഞ തന്നെയായിട്ട് കാര്യങ്ങൾ. നമ്മുടെ മൊത്തത്തിലൊരു സംസാരമുണ്ട്. മോള് കാരണമാണ്, മോള് ഒറ്റരുത്ത് കാരണമാണ് വിജയേട്ടൻ മരിച്ചതെന്ന്. சொன்னாங்களே அதை வச்சு பண்ணுறோம். போட்டு விட்டுறாங்க. മർഡർ അറ്റംപ്റ്റിന്റെ കൂടെ 364ഉം 364എയും കൂടി വെച്ചോ. ഇവനൊക്കെ കുറച്ച് സാഹത്ത് എടുക്കട്ടെ. ஆமாம், ஜெயகதிக்கு போட்டால் என்ன பண்ணுவார்? சித்ரா கொடுக்குறா. புரியல. ஒரு 5 நாள் ரிமாண்ட் போட்டால் என்ன வரும்? അതാണ് വിത്ഡ്രോവൽ സെന്റർ. മറ്റുള്ള എല്ലാ നായ്ക്കളും പോയല്ലോ. എടാ ഞാൻ പോയില്ലടാ എൻ്റെ വീട്ടില്. ഞാൻ പോവാണ്. മുരളിയേട്ടാ ആരെ ഗ്ലാസ് ഒന്നും ഇല്ല. ഓരാരെയും കണ്ട ചൊറയാന്ന്. നിങ്ങൾ കുടിച്ചിട്ട് പോയിക്കോളി മുരളിയേട്ടാ. வளர்கிற ஃபேஸ் வந்து சொல்லுது. என்ன அடுத்த வாழ்க்கையில் டெவலப் ஆகிற ஃபேஸ்.
ചായ. ചായ ഒന്നുമില്ല, നീ പുറത്തോ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, 2 റുപ്യ ഇല്ല. ഇന്ന് ഇതും വെച്ചോ. നീ എഴുതി ഇത് കട്ടിനി കട്ടല്ല ഇപ്പം എൻ്റെ ചായ. എനിക്ക് ചായ ഇല്ലാന്ന് പറഞ്ഞില്ലേ, നീ പുറത്തോ. ആൾക്കാരിൽ ചായ കുടിക്കുന്നു, പുറത്തോ പോ. തല ഇറങ്ങിയിട്ടാണ്. എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരുമോ? നിന്നോടല്ലേ പറഞ്ഞു പുറത്തു പോകാൻ വേണ്ടിയിട്ട്. മുരളി എടാ നീ എന്താ ഇടാ? എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. അതാ നീ ഒന്ന് ട്രൈ ചെയ്യും. ഞാൻ ട്രൈ ചെയ്യുന്നപ്പോൾ കാലത്തെല്ലാം എണീക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ശ്വാസം മുട്ടല എന്തെല്ലാം തോന്നും. ഓളൊക്കെ ആർക്കും എന്നെ ഒന്നും ഇഷ്ടമല്ലപ്പാ. ഇതില്ലതിൻ്റെ പേരിലാന്ന് എനിക്കറിയാതെ. നിർത്തണമെന്നൊക്കെ ഞാൻ കുറേ തവണ ട്രൈ ചെയ്തിനപ്പാ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്നും പണിക്ക് പോയിക്കൂടെ? ഏടെ കുടിയുള്ളപ്പോൾ ആരും പണിയാണ്. കുടിക്കുന്ന അത്ര മോശം കാര്യമൊന്നുമില്ല, പക്ഷേ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന കുടിയുണ്ടല്ലോ, അത് ശരിയില്ല. അവസാനം ആരും ഉണ്ടാവില്ല. എല്ലാം എനിക്കറിയാം. എല്ലാവരും നന്നാവുന്നൊക്കെ ഉപദേശിക്കും. നന്നാക്കാനുള്ള വഴി ആരും പറഞ്ഞു തരില്ല. എനിക്ക് ഭയങ്കര വിഷമമാണപ്പോൾ അത് നിർത്തണമെന്നുണ്ട്. കുടി നിർത്താൻ എളുപ്പമാണ്, പക്ഷെ നിലനിർത്താൻ അറിയാം. നീ മര്യാദക്ക് നിൽക്കുന്ന എനിക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു ഇടാ. ഞാനിപ്പോൾ നിനക്ക് എന്ത് പണിയാക്കി തരണ്ടേ? എന്തെങ്കിലും ഒരു ജോലിയാ. ഞാനൊരു കാര്യം പറയട്ടെ, നീ മര്യാദക്ക് നിൽക്കുമോ? ഞാനൊരു സ്ഥലത്ത് നിന്നെ കൊണ്ടാക്കാം, എല്ലാം ശരിയാവൂടാ. இரவி படத்துல மாதிரி இப்படி விட்டுறாங்க. எனக்கு நீ பறவை தான் வந்துட்டு ഇങ്ങനെ കുടിയേർക്കാൻ കൊണ്ടല്ലോ നീ വാട. அவர் டீ வேணான்னு சொன்னவர் தானே, அவரே வந்து டீ கடையில் டீ வாங்கினார். டீ குடிக்கும்போது அப்படியே இதெல்லாம் നല്ലോണം പ്രവർത്തിച്ചു. ஏதாவது ஒரு ட்ரிங்க் குடிச்சாகணும் സാർ. യെസ് சிரிக்கிறா വാ. കാശില്ല കണ്ടിട്ട് പണിത്തിരക്കില്ല സാറേ. ഇരിക്കേ. വേണ്ട സാർ, ഇരിക്കടോ. இவர் யார் தெரியல, இது தானே விக்ரமாதித்ய ஃபாதர். നല്ലതെന്ന് സാർ. ലാലേട്ടനോട് അപ്പാടാ പുളിങ്ങോട്ട് വര വന്നു. ഇത് കാര്യം പറയണ്ടേ? അയ്യോ, മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാ. രാജൻ എന്താ പറഞ്ഞു വന്ന്? സാറേ, എൻ്റെ കൂടെ ഒരു നാട്ടുകാരൻ വന്നിട്ടുണ്ട്, മുരളി. ഭയങ്കര കുടിയനായിരുന്നു, ഇപ്പം എല്ലാം നിർത്തിയെന്നാ പറയുന്നത്. അത് വെറുതെ. അയ്യോ അതല്ല സാറേ, ചങ്ങായിൻ്റെ മരണ വീട്ടിൽ ചെന്ന് അടിയുണ്ടാക്കി 10-32 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. അതിനുശേഷം നന്നായിന്നാ പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്താൽ നന്നായിപ്പോടും. സാർ ഒന്ന് സഹായിക്കണം. വെറുതെ റിസ്ക് എടുക്കണോ? സാറേ, എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ്. ഒരു ചെറിയ മോഡലുണ്ട്. ഇവിടെ ആകുമ്പോൾ കുടിക്കൊന്നുമില്ലല്ലോ. സാറ് വിട്ടുകളയരുത്. വരാൻ പറ. വാ മുരളി, ഇരിക്കേ. വേണ്ട, കാര്യങ്ങളൊക്കെ രാജൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. മുരളി എന്തെങ്കിലും ഒരു ജോലി ചെയ്യണം. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കണം. നമുക്കിവിടെ ഒരു ജോലി ശരിയാക്കാം. കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ? ഇല്ല, ഞാൻ നന്നായിട്ട് നിന്നോ. ഞാൻ അവനോട് പറഞ്ഞില്ല. എന്തൊരു വേഷമാണ് മുരളി. ഒന്ന് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ നടന്നു. ആ എൽസ വാ. ഇത് മുരളി കുറച്ച് ദിവസൂടെ ഉണ്ടാവും. ശരിയാക്കാം നമുക്ക്. ഇത് ഡോക്ടർ എൽസ, എൻ്റെ വൈഫാണ്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഇദ്ദേഹമാണ് നോക്കുന്നത്. നിൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ? 22 രൂപ. എടോ, ഒരു 2000 രൂപ അവന് കൊടുക്കാം. ഇവിടെ പേര് അഡ്രസ് ചെയ്തിക്കണം. வீட்டில் ஒரு 100-200 கூட யாரும் தரல. இப்போ எத்தனை பேர் குச்சியில் போகிறார் மிச்ச காசு? ഇവിടെ നേരെ പോയിട്ട് 2ാമത്തെ റൂം. പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. 4 ആൾ കൂടുന്ന സ്ഥലത്ത് തലയിൽ മുണ്ടിട്ട് കൊണ്ട അവസ്ഥയായി. തച്ചു കൊന്നിട്ട് ജയിലിൽ പോവാൻ വേണ്ട നാട്ടുകാർക്കെങ്കിലും സമാധാനമാവുമല്ലോ. എവിടെയെങ്കിലും പോയി തൊലഞ്ഞാൽ മതിയായിരുന്നു. കുടിയേറ്റ കുട്ടീന്റെ മേത്ത് ആർക്കും കൈവയ്ക്കാം. അതിനുള്ള ഇടം ഞാനായിട്ട് വരുത്തൂല. നിങ്ങൾ തുണി കൊടുത്തോ ഇല്ലാണ്ടോ നടന്നോ, അത് കാണാനായിട്ട് ഞാൻ എന്റെ കുട്ടി ഇവിടെ ഉണ്ടാവില്ല. പോലടി കുടിക്കൂലടി. இந்த ஃபேன் ஷாட் அப்படி வச்சாங்க. ஸ்காஃப் கட்டுறதா? இதான் நான் பார்த்து ஆள் விட்டு அனுப்பிச்சு. നമ്മുടെ മനസ്സ് നമ്മുടെ കൈവെള്ളയിലാണ് ഇരിക്കുന്നത്. അതെപ്പോൾ തുറക്കണം, എവിടെ തുറക്കണം, ആരുടെയൊക്കെ മുന്നിൽ തുറക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല, നോക്കാനല്ല സുഖമില്ല.
ഇതൊന്ന് വാങ്ങണമായിരുന്നു. നമുക്ക് മുരളി മുരളി മോൾക്ക് എങ്ങനെന്താ പറഞ്ഞത്? ഭയങ്കര ശ്വാസം മുട്ടാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. ശരി, മുരളി ഒന്ന് അത്യാവശ്യമായിട്ട് ടൗൺ വരെ ഒന്ന് പോകണം. അവിടെ ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു അൽഷിഫ മെഡിക്കൽസ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഇത് കൊടുത്താൽ മതി. അവരൊരു മരുന്ന് തരും. പറഞ്ഞു അത് ഇവിടെ കൊണ്ടുവന്ന് മാമിൻ്റെ കൊടുക്കണം. അതിനൊരു 4000 രൂപ മുരളി കൊടുക്കും. പിന്നെ ഒരു സ്പെയർ ഫോൺ ഇരിപ്പില്ലേ, അതുകൂടെ ഒന്ന് കൊടുത്തേക്കും. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ഓക്കെ മുരളി, നമ്പിക്ക് വരെ വെച്ച് ഗിൽറ്റ് ട്രിപ്പ് ആകാം. ആകാശിന് വെള്ളം ഒടിച്ച് കളയരുതേ. ശരി. ഡയലോഗ് കൊടുക്കും. എന്തിനാ അറിയില്ലേ? എന്ത് സോറി? അപ്പൊ നീ ചെയ്തത് തെറ്റാന്ന് നിനക്ക് അറിയാം അല്ലേ? എന്താണ് കേൾക്കണ്ടത്? ഞാൻ മുരളിയുടെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എപ്പോ ചെയ്തന്നെ? പണ്ടാര ഫോൺ വർക്ക് ചെയ്യാത്തോണ്ടാണ് മുരളിയേട്ടാ. നീ എന്നെ വിളിച്ചത്? നീ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. നീ ആരൊക്കെയാണ് വീട്ടിൽ വരല്? നീ വീട് മാലും പ്ലീസ്. എനിക്ക് എന്നെ കാണണ്ട, നിങ്ങൾ പോ. കുറെ കൂട്ടുകാരുണ്ടപ്പാ. 32 ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നു. എടാ എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും ജാമ്യം വേണ്ട, എന്നെ ഒന്ന് കാണാൻ നിങ്ങൾ ആരെങ്കിലും വേണം. നിങ്ങളുടെ സത്യമായിട്ട് എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ അകത്ത് തീർന്ന രക്ഷപ്പെടുന്ന എല്ലാവരും പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കരുതുന്നത്. ഒന്നാക്കല്. എടാ ഈ പറഞ്ഞുകൊണ്ട് എന്തെല്ലാം ഉണ്ടായിരുന്നറിയോ എൻ്റെ ജീവിതത്തിൽ? എൻ്റെ ഭാര്യ പോയി, എൻ്റെ മോള് പോയി, എനക്കാന്ന് ഇപ്പം ആരും ഇല്ലാത്തത്. ഞാൻ എന്ത് പറഞ്ഞു? നീ പറഞ്ഞില്ലേ ഓനെ ഓളെ കൊന്നു? ഞാൻ പറഞ്ഞില്ല. നീ പറഞ്ഞില്ലടാ ഓനെ കൊന്നു? നീ പറഞ്ഞില്ലടാ ഓനെ കൊന്നു? നീ പറഞ്ഞില്ലേ? മുരളിയേട്ടാ, ഓന് നെഞ്ചുവേദന വന്നപ്പോൾ ഓള് നമ്മളെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഓനെ രക്ഷിക്കായിരുന്നു. ഇതല്ലേ ഞാൻ പറഞ്ഞു മുരളിയേട്ടാ. അതിനു വേണ്ടി നിങ്ങൾ എന്ത് പുകില അവിടെ കാട്ടിക്കൊണ്ടു? ഇപ്പോഴാണ് പറയല് ഇതല്ല അല്ലേ? ഇപ്പോഴാണ് പറയല്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എല്ലാം പറ്റില്ല തന്നെ. ആ 2 മരുന്ന് തന്നെ അത് തന്നെ. ആ ഞാനിവിടെ മരുന്ന് കടയിലാണ്. ആ വേഗം വരലുണ്ട്. എനിക്കൊരു മാറ്റമില്ലല്ലോ മുരളിയേട്ടാ. നീ എന്നെ മാറ്റാൻ വന്നാണ്. എങ്കിലും മാറ്റം ഉണ്ടാകുമ്പോ കാണാം. നമുക്ക് സുഖമുണ്ടായി. ഇന്നലെ രാത്രി മുഴുവൻ ആശുപത്രിയിലായിരുന്നു. ഏതമ്മയ്ക്കാടാ അസുഖം? നീയൊക്കെ ഏതെങ്കിലും ഓടലും മുഴുത്ത് ചത്ത് കിടക്കണ്ടവനാ. നിന്നെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ടൊരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ട്രീറ്റ് ചെയ്ത് നന്നാക്കിയിട്ട് എന്തിനാ? നിന്നെ കൊണ്ട് ഈ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോടാ? മനുഷ്യ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത ഹാബിറ്റ്സ് ഒന്നുമില്ല. പക്ഷെ വിചാരിക്കണം. പക്ഷെ നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. നിന്നെ ഇപ്പൊ ചികിത്സിച്ച് നന്നാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഇവനൊക്കെ കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ല. ഇന്നു മുതൽ നിനക്കിവിടെ ജോലിയില്ല, ചികിത്സയില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇറങ്ങി പോണം. ஒரு பக்கம் பாவமா இருக்கும், ஒரு பக்கம் கோபமா இருக்கு. பாவமாவே இல்லை போகுது. இல்ல எல்லாம் இது பார்ட் ஆஃப் த ட்ரீட்மெண்ட் தானே. நீ ഒരു മനുഷ്യൻ 4000 രൂപ കുടിപ്പാൻ ഒരു നൈറ്റിൽ. എന്താ കരയുന്നു? ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ട് ഇപ്പൊ ഇവിടെ വന്നൊന്ന് മൂങ്ങുന്നു. നിന്റെ കരച്ചിലൊന്നും ഇവിടെ വേണ്ട. നിനക്ക് കരയണമെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും പോയി കരഞ്ഞു. നിന്നെ പോലെ നശിച്ചൊരുത്തന്റെ കള്ളക്കണ്ണീർ ഇവിടെ വീഴാൻ പാടില്ല. ലിക്വിഡിൽ കൂടെ പാസ്റ്റെല്ലാം കാണിക്കും. ഇത് വെച്ചോ. എന്തെങ്കിലും ഒരു തിരിച്ചറിവുണ്ടായാൽ ഒരു നിശ്ചയമായിട്ട് കരുതി படம் கொஞ்சம் பேர் காமிப்பாங்க பொழுது ஐ ட்ராப் ஆஃப் ரியல் ஐ ட்ராப் ஆஃப் നിന്നെ വിശ്വസിക്കാനോ? നിന്നെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടാവും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് വരും. നിന്നെ ഞാൻ ചികിത്സിക്കാം. ചെല്ലേ. താന്താ പോയില്ലേ? ഞാൻ എല്ലാവരും വിളിച്ചു ഡോക്ടർ, ആരും വരുന്നില്ല. എന്നാർക്കും വിശ്വാസമില്ല. കുടിക്കുന്ന ആളായതുകൊണ്ടേ ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ ഇത് തന്നിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. കുറച്ച് പൈസ കുറവുണ്ട്, ഞാൻ കൊണ്ടുതരാം. മുരളി, ആ വൈഫിന്റെ നമ്പർ ഒന്ന് തന്നേ. ഓളെ വിളിച്ചിട്ട് കാര്യമില്ല, ഒന്നുമില്ല. ഹലോ ഹലോ, മുരളിയുടെ ഭാര്യയല്ലേ? ഞാൻ സുനിതയാണ്. ആരാ? സുനിത, ഞാൻ ഡോക്ടർ സുബ്രഹ്മണ്യം. മുരളി ഇപ്പോ എന്റെ ഹോസ്പിറ്റലിലുണ്ട്. സുനിത ഒന്ന് ഇവിടെ വരെ വരാമോ? എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സുനിത, മുരളിക്ക് ഒരു രോഗമുണ്ട്. അത് ചികിത്സിച്ചേ മതിയാവും. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് മുരളിയുമായി ഏറ്റവും അടുപ്പമുള്ള ആരെങ്കിലും കൂടി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സുനിത ഇവിടെ വരെ വന്നേ പറ്റും. ഞാനിപ്പോ എന്റെ വീട്ടിൽ സേഫാണ്, എന്റെ മോളും. ഇത് കളഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റില്ല. ഡോക്ടർ, ഇയാള് പട്ടിനെ പോലെ ചാവുന്ന കാണാൻ കാരണം ഇയാളുടെ കൂടെ താമസിക്കാനോ ഇയാളുടെ കുട്ടികളെ പ്രസവിക്കാനോ ഇനി എനിക്ക് ഒരു താല്പര്യമില്ല. ഒരു ഇഷ്ടമില്ലാത്ത ഇയാളുടെ കൂടെ ഇനി എനിക്ക് ഒരിക്കലും താമസിക്കാൻ പറ്റില്ല. എൻ്റെ മോളെ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഇയാൾ
മനുഷ്യനെ പോലെ ജീവിക്കാനായിട്ട് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. അതിന് ഞാൻ ഡോക്ടറെ കൊടുത്തേക്കാം. ഈ ലോകത്തിലെ എല്ലാ കുടിയന്മാരും ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ വന്ന് ചവിട്ടുന്നത് സ്വന്തം ഭാര്യയുടെ നട്ടലില്ല. എന്നാൽ അവസാനം യുവമാർക്കൊക്കെ തണലാവുന്നതും ഈ പാവം നട്ടല്ല. ഇതുപോലെ ഇതൊന്നും ആരും ഓർക്കുന്നില്ല. നീ മദ്യപിച്ചോ, ആരും നിന്നെ തടയില്ല. പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യവും സന്തോഷവും നശിപ്പിച്ചുകൊണ്ടുള്ള നിന്റെ ഈ കുടിയുണ്ടല്ലോ, അതിന് നീ ഉത്തരം പറയേണ്ടി വരും. எனக்கு என்ன ஃபீல் ஆகுதுன்னா, படம் வந்து ஏன் செகண்ட் ஹாஃப் வந்து இவ்வளோ எடுத்திருக்காங்கன்னா, நம்ம அந்த ஃபீல் அவர் மேலே நம்மளுக்கு ஃபீலிங் வரணும், பாவம் பண்ணணும்னு எடுத்துக்கிறாங்க. பட் ஆனால் நம்மளுக்கு செட் ஆகி வரல. பாவம் வெறுப்பு தான் இருக்கு. சொன்னா பச்சை டிசீஸ் அப்படின்னு அது இங்கே தங்க சொல்லிட்டாங்களா? உண்மையில குடிச்சு கண்ணு அப்படி ஆக்டிவ் ஆக்டிங் நல்லா, மேக்கப் ஆக்டிங் நல்லா. எனக்கு தெரிஞ்சு நம்மளும் போவோம்னு நினைக்கிறேன். இதை நெத்தத்துக்கு கோக்கு கட் பண்ணணும் ஃபர்ஸ்ட். ചെറിയൊരു മയക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. വൊമിറ്റ് ചെയ്യുന്നെന്ന് തോന്നുവാണെങ്കിൽ വിളിച്ചാൽ മതി. கஷ்டமாக இருக்கும் தெரியுமா, வித்ட்ராவல்ஸ்லாம் ரொம்ப இதுவாக இருக்கும். ஐயோ டீச்சரா? என்னது? டீச்சர் குடிக்கூடாது. கட்டி போட்டு സ്റ്റാർട്ട് ആവുന്നത് ഇപ്പോഴാണ്. എന്താ സ്പിരിറ്റ് കുടിച്ചത്? ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്നോട് പ്രേമം തുടങ്ങും. ഇനി അങ്ങനെ ഒരു ജീവിതത്തിന് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ വല്ലതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇടുന്ന് പോകണം. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തല്ലോ, ഇനി ഞാൻ പൊക്കോട്ടെ. ശരി സുനിത. ശരിയാ, മദ്യപിക്കാത്ത ആളുകൾ കുറവാണ്. പക്ഷെ അതിൽ തന്നെ ഒരു 20% ആളുകൾ രോഗികളാണ്. മദ്യാസക്തി എന്ന് പറയുന്ന കടുത്ത മാനസിക രോഗമുള്ളവർ. ഈ രോഗത്തിന് ചികിത്സ തന്നെ വേണം. നിങ്ങളും കൂടെ സഹകരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. വേണ്ട, രോഗിയുടെ അറിഞ്ഞിട്ട് വേണം ചികിത്സിക്കാൻ, അതായത് പറയാതെ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഏതായാലും നിങ്ങൾ വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. വാ മുരളി. വേണമെന്ന് പറഞ്ഞത് സാർ ഇടേനുള്ളതാണ്, അത് ഞാൻ കണ്ടിട്ട് പോവാം. നല്ല മിടുക്കനായില്ല. ഇനി ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അതോ പോയിട്ട് പഴയ കോലത്തിലൂടെ നിങ്ങൾ തിരിച്ചു വരുമോ? ഇല്ല, മരുന്ന് മുടക്കില്ല. ഞാൻ നിങ്ങൾ എൻ്റെ ദൈവമാണ് ഡോക്ടറെ. അപ്പം ശരി, പോയിട്ട് വാ. നാട്ടിൽ ചെന്നാൽ സുനിതയുടെ മോളുടെയും കൂടെ തന്നെ ഉണ്ടാവണം. കുടുംബമല്ലേ നമ്മുടെ ഏറ്റവും വലിയ സ്വർഗം. ഇപ്പൊ കൊടുക്കണ്ട കമ്പാക്ക് പറഞ്ഞു വിട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ മുരളിയാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടാ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരുമില്ല. ഒന്നും അറിഞ്ഞില്ലേ? ഇത് വിറ്റില്ലേ, വീടും പറമ്പ് വിറ്റ് എൻ്റെ മോനെടുത്തില്ലേ. അപ്പോൾ ഓരൊക്കെ എവിടെയാണ്? ഓരൊക്കെ എവിടെ എന്നോടാ മുരളിയെ ചോദിക്കണം. നിനക്കല്ലേ അറിയാം. ജലിക എനിക്കൊരു കരിക്കരി. കരിക്കാ? വിശന്നിട്ടാ. നിനക്കെന്തിനാ കരിക്ക്? വെള്ളം കൂട്ടി അടിച്ചാൽ മതി. കണ്ണട്ടാ, തേങ്ങയിലൊക്കെ ഒരു കണ്ണ് വേണട്ടാ. இது தேங்க கேட்டா ஒப்பத்தா இல்ல இருக்குது இல்லன்னு சொல்லணும். ஹிஸ்டரி அந்த மாதிரி வரலாறு அந்த மாதிரி இருக்கு. அம்மா அப்பா எங்க போனது தெரியல. കണ്ടീഷൻ കുറച്ച് കുഴപ്പമായിരുന്നു. ആക്ച്വലി നൗ ഇറ്റ്സ് ഓക്കെ. BP ലെവലിൽ നോർമലായി. ഇനി വലിയ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. മുരളിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുഴപ്പമുണ്ട്. ഈ മദ്യപാനം നിർത്തുക എന്നത് ഒരാൾ മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. നല്ലൊരു ഡോക്ടറും കൃത്യമായ മരുന്നും കൂടെ ഉണ്ടാവും. പക്ഷെ കുടി നിർത്തിയ ഒരാളുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അയാളുടെ മാത്രം കയ്യിൽ ഒതുങ്ങുന്നതല്ല, അത് സമൂഹത്തിൻ്റെ കയ്യിലാണ്. അയാളുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചെങ്കിലും മാത്രമേ പിന്നീട് അയാൾക്കൊരു ജീവിതമുള്ളൂ. ഈ മദ്യപാനം ഒരു രോഗമാണെന്ന് മനസ്സിലാക്കി അത് ചികിത്സിച്ച് ഭേദമായ ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇപ്പം മനോരോഗത്തിന് ചികിത്സിച്ച് അത് ഭേദമായ ഒരാൾ ഓടിക്കുന്ന വണ്ടിയിൽ നമ്മൾ ധൈര്യമായിട്ട് കയറും. അങ്ങനെയുള്ള ഒരാൾ ജോലിക്ക് വെക്കും. അതേ മനോഭാവം തന്നെയാണ് ഈ കുടി നിർത്തിയ ആളോട്. അവൻ കുടിയനായിട്ട് തന്നെ മരിക്കണം. മുരളിയുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ തണലില്ല. സ്നേഹം അതൊന്ന് കൊടുത്തു നോക്ക്. കീഴടങ്ങും ഏത് കൊല കൊമ്പനും. റിസ്ക് എടുക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇത് റിസ്ക് എടുക്കുന്ന ഞാനല്ലേ. ഞാൻ ധൈര്യമായിട്ട് ഓർഡർ കൊടുത്തു, ഓടിയാൻ തരും ഉറപ്പായിട്ടും. ഇപ്പോൾ സൈറ്റ് ഓഫീസാണ്. ഇപ്പം ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. സാറിനെ കാണാനായിട്ട് ഇവൻ്റെ അപ്പുറത്താണ്, ഇതിനാണ്ട് പോയാൽ മതി. ഞാൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞോട്ടെ. അത് വേണ്ട, മുല്ലിച്ചല്ലേ ഏട്ടാ. ശരി, ഓക്കെ ബൈ. ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ധാരാളം നല്ല സപ്ലയേഴ്സ് ഉണ്ട്. അവരുടെ ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നമില്ല. പുതിയൊരു കമ്പനിക്കാരെ ഇനി ആഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു സാധ്യതയില്ല. സാർ എൻ്റെ കയ്യിൽ നല്ല ക്വാളിറ്റി ടൈൽസ് ഉണ്ട്. സാറിന് നല്ല മാർജിനും തരാം. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ, ചെറിയ കമ്പനിയാണ്. സാറൊന്ന് സഹായിക്കണം. നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും പുതുമയായിട്ട് വരും. കസ്റ്റമർക്ക് ഇന്ന് വേണ്ടത് എന്തെങ്കിലും വെറൈറ്റിയാണ്. നിങ്ങളൊന്ന് മാറി ചിന്തിച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വാ. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? മുരളി. മുരളി എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കൊണ്ടുവരും. എന്നാൽ ഓർഡർ തരാം. கூலிங் டைல்ஸா? இருக்காண்ணா அப்படியே? ആ മുരളി, ഇന്ന് നല്ല ചൊടിയിലാണല്ലോ. എന്തായി, വല്ല കാര്യം നടക്കോ? ഇരിക്കും. സാറിന് എൻ്റെ പേരെല്ലാം ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഞാൻ അന്ന് വന്ന് പോയതല്ലേ, കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. അതെ സാർ, എൻ്റെ പ്രൊജക്ട് റെഡിയാണ്. ഓ ഗുഡ്. പറ കേക്കട്ടെ. സാർ, ഈ വെള്ളവും മണ്ണും ഇണചേരുന്നത് കണ്ടിട്ടുണ്ടോ? ഈ കുറേ വർഷങ്ങളായിട്ട് ഈ വെള്ളവും മണ്ണും പ്രകൃതിയുടെ കാറ്റും തണുപ്പും ഏറ്റിട്ട് ഈ പ്രകൃതിയുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതാണ് എൻ്റെ പുതിയ പ്രൊജക്റ്റ്. സാഹിത്യം പറയാണ്ട് കാര്യം പറ. സാറേ, നമ്മൾ ഈ എ സിയും ഫാനൊക്കെ വരുന്നതിന് മുമ്പ് ഈ ചൂടും തണുപ്പൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ലാട്രേറ്റ് സ്റ്റോൺ ബ്രിക്സ് കൊണ്ടാണ്, നാടൻ വെട്ടുകല്ല്. നമ്മുടെ ബേക്കൽ കോട്ടയൊക്കെ ഇന്നും സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് അതിൻ്റെ ബലത്തിലാണ്. പക്ഷേ ഇതിൽ തൻ്റെ പ്രൊജക്റ്റ് എന്താണ്? ഡെയറി മിൽക്ക് அவர் அந்த மட்டில் செஞ்சிருக்கணும் டைல்ஸ். നമ്മളത് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോഴല്ലേ അതിന് മഹത്വം ഉണ്ടാകുന്നു. നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണ്, കുടിച്ചു തീർത്ത വെള്ളമൊക്കെയാണ് സത്യത്തിൽ നമ്മുടെ ജീവൻ. അത് മതി ഒരു ജീവിതം കെട്ടിപ്പിടിക്കാൻ. പിറന്ന വീണ മണ്ണ് അതൊരിക്കലും ചതിക്കില്ല. ആ ഉറപ്പ് തന്നെയാണ് എന്നെ ഈ ആശയത്തിലേക്ക് എത്തിച്ചത്. ഗംഭീരമാണല്ലോ തൻ്റെ ഐഡിയ. ഇത് ഫ്ലോർ ടൈലായിട്ടും വാൾ ടൈലായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നല്ല തണുപ്പുണ്ടാവും. ലാസ്റ്റ് ചെയ്യോ? 10 വർഷം ഗ്യാരണ്ടിയാണ്. എനിക്ക് ലാർജ് ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യാൻ പറ്റുമോ? തരാം സാർ, തരാം. എന്നാൽ ആദ്യത്തെ ഓർഡർ എൻ്റെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു സാർ. ഓഫീസിലേക്ക് പോവാം. നിങ്ങൾക്ക് കമ്പനിയുടെ പേരിൽ ചെക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കമ്പനിയുടെ പേരൊന്ന് എഴുതിയേ. തന്നെയുണ്ടോ? ഇല്ല. വാട്ടർമാൻ പേരിലുണ്ടല്ലോ ഒരു പുതുമ. അതിലുണ്ട് എൻ്റെ എല്ലാം. கண்ணாடி போட்டாலே செட் இருக்குதா? வேற யாரும் ലുക്കേ പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല ഹാപ്പിയാണ്. ഞാൻ ആളെയും കൊണ്ട് വന്നതാണ്. എൻ്റെ ഫേവറേറ്റ് കളറാ. എന്നാലും മുരളിക്ക് ഇരിക്കട്ടെ. മുരളി എന്താ പറഞ്ഞു വന്ന്? ഞാനൊരാളെയും കൊണ്ട് വന്നതാണ്. ചന്ദ്രൻ എന്നാണ് പേര്. എൻ്റെ ആളാണ്. പുള്ളിയെ കുടി നിർത്തിയെന്നൊക്കെയാണ് പറയല്. അതൊക്കെ വെറുതെ പറയുന്നത്. അവരൊക്കെ അറിയാം. പ്രശ്നത്തിലാണ്. 2 പെമ്മക്കളാണ്. ഈടാകുമ്പോ പിന്നെ കുടിക്കൂലല്ലോ. ഡോക്ടർ കൈവിടരുത്. ആളെ വിളിക്കും. ചന്ദ്രേട്ടാ. എന്താ ചന്ദ്ര ഇപ്പൊ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല സാറേ.
കുടി നിർത്തണമെന്ന് ഇവരൊക്കെ പറയുന്നു. തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുമെന്നില്ല. നിർത്തിയെന്ന് ഓരോരുത്തർ ചുമ്മാ പറയുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഞാൻ പറഞ്ഞ വിശ്വാസമായിരിക്കും സാറ് ശ്രമിച്ചു നോക്കി. ചന്ദ്രൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുരളിയുടെ കാര്യം ஃபீஸ் வாங்கும்போது சரி டாக்டர் ரன் பண்ணுறதே கஷ்டம் இல்லை. ചന്ദ്രൻ ഇങ്ങോട്ട് ഇരിക്കേ. എല്ലാം നിർത്തിച്ചു തരും. ഡോക്ടറിന് ഇഷ്ടമാണ് இருக்கும். 4-5 കൊല്ലം മുമ്പ് ഒരു ദിവസം വെറും 22 രൂപയും പോക്കറ്റിലിട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നവനാണ് ഈ മുരളി. ചന്ദ്രനേക്കാളൊക്കെ വലിയ കുടിയനായിരുന്നു. ഇന്നിപ്പോൾ 22 രാജ്യങ്ങളിലെ അയാൾക്ക് ബിസിനസ്, 20,000-ലധികം ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത ഒരു ദുശീലമില്ല. നമ്മൾ തീരുമാനിക്കുന്നിടത്തു നിന്നാണ് നമ്മുടെ വിജയം ആരംഭിക്കുന്നത്. அவர்தான் உண்மையான முரளியா? മുരളി തിരക്കിലല്ലോ? ഏയ് ഇല്ലില്ല, എന്ത് തിരക്കപ്പാ പറ. അതെ, ചെറിയോളുടെ കല്യാണാണ്. കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനി ഇന്റെ ഡേറ്റും കൂടെ കിട്ടിയാല് അതങ്ങോട്ട് ഉറപ്പിക്കായിരുന്നു. നിങ്ങൾ തീരുമാനിച്ചോ? ഞാൻ വന്നോളാം. അതല്ല, 100 പവനാണ് അവര് ചോദിക്കുന്നത്. മൂത്തോക്ക് രണ്ടാക്കും 50 കൊടുത്താണ്. നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കരുത് മാമ, നമുക്ക് നടത്താം. ഷീനയുടെ കല്യാണല്ലേ. മുരളിക്കപ്പ സമയം അത് പറഞ്ഞാ ഈ ഡിസംബറിൽ എനിക്കങ്ങോട്ട് കുറി അടിക്കായിരുന്നു. അപ്പൊ 25-ഉം 26 എന്നാ പിന്നെ ഡിസംബർ 25-26 കലണ്ടറിൽ മാർക്ക് ചെയ്തു. ഞാൻ എത്തിക്കാം. சீனா பொண்ணு இது கையில ரிங்கு அது நான் அப்படியே போய் சொல்லுங்க. வெள்ளம் வெள்ளம் இவ்வளோ நாள் கமெண்ட்ஸ்ல நிறைய பேர் 1700 போட்டிருந்தாங்க. நான் இந்த மாதிரி நல்ல படத்தை விட்டு நிறைய படம் பார்த்தேன். அந்த சஜஷனுக்கு ஒர்த்து படம். மேஜராக வந்து ஆக்டிங் தான். அவரோட ஆக்டிங் என்னன்னா, எனக்கு அவரு ஃபேஸில் ஃபுல்லாக தாடி வச்சிட்டா அப்படி எக்ஸ்பிரஷன் ஒன்றும் தெரியல மூஞ்சில். ஆனால் கையெல்லாம் வந்து அந்த எனக்கு எப்போ வந்து ரொம்ப பிடிச்சிருந்ததுன்னா, அவர் நிறைய இடத்துல கிளாஸில் பிடிச்சி ஊற்றும் கை உதிரினே தான் ஊற்றுறாங்க. கண்ணுலாம் ட்ரை ஆச்சு பார்த்தியா? இங்கெல்லாம் அப்படி நரம்பு பொடிச்சிட்டாரு. அந்த நீர்ப்பறவை அந்த இவருக்கு ஒரு படம் பார்த்துருக்கோம். அதில் வந்து அவர் இப்போ கையெல்லாம் நடுங்குதுமா காசு கொடு அப்படின்னு. அதெல்லாம் இதில் வந்து பக்காவை நிறைய இடத்துல காட்டிடுவாங்க. அதெல்லாம் வந்து நைஸ். இதெல்லாம் வந்து ரீஹாபிலிட்டேஷன்ல இருந்து இந்த படத்தை போடணும். சமீப்தா மேனன் அவங்க நல்ல ரோல் படத்துல. இந்த ஒரே ஒரு படம் தானே அவங்க வந்து பார்த்து அது பாத்தியா? நான் பார்த்து இல்லை. ஆனால் இந்த படத்துல சரியான ஒரு வீடியோ மட்டும் பார்த்துக்கிறேன். என்னன்னா வந்து எல்லாமே கரெக்டாக தான் இருந்தது. ஏன்னா வந்து அவர் சொன்னார் பத்தியா, ட்ரிங்க்னு ஆரம்பிச்சுட்டாங்க, நிறுத்த முடியல. நான் நிறுத்தணும் தான் நினைக்கிறேன். எல்லாரும் நிறுத்தின்றீங்க, ஆனால் எப்படி நிறுத்தணும்னு சொல்ல மாட்டீங்களா நீங்க அப்படின்ற மாதிரி சொசைட்டியும் ஹெல்ப் பண்ணல. சித்திக்கு சொன்னார் பாரு, இட்ஸ் டிசீஸ் அப்படின்னா இருப்பார். அது வந்து யாருக்குமே தெரியாது, அது நம்மளுக்குமே அது டிசீஸானே தெரியல. அப்படி சொன்ன அப்புறம் தான் அவங்க ஒய்ஃபே யோசிக்க ஆரம்பிச்சு வந்தாங்க. இல்லை ஆக்சுவலி அவர் சொன்னார் பாரு, சிம்பிள் அவர் மாறணும்னு நினைக்கிறாரு. இப்போ அவர் டாக்டர், அவர் சொல்லி இவர் கேட்க போறது இல்லை. ஏன்னா இவர் டாக்டர் வந்து 3rd பர்சன். அவரை பொறுத்த வரைக்கும் கூட க்ளோஸாக இருக்கிறவங்க ஒருத்தவங்க வந்து நீ திருந்திடு அப்படின்னு சொல்லணும். அதுதான் அவங்க ஒய்ஃபை கூப்பிட்டுக்கிறாங்க போல. இப்போதைக்கு நீங்கள் தான் அவருக்கு தேவை வாங்க. அது நல்லா இருந்தது. அந்த எஃபெக்ட்ஸ் எனக்கு பிடிச்சிருந்துச்சு. அவர் அந்த இன்ஜெக்ஷன் போட்ட பிறகு அந்த வாட்டரியாவே காணல் நீர்னு சொல்லுவாங்க பார்த்தியா, நம்ம இந்த ரோட்லாம் தெரியும், அந்த ஒரு எஃபெக்ட் போட்டு அப்படியே ஃப்ளாஷ்பேக்லாம் அப்படியே போயிட்டு வந்து அவர் அந்த நினப்பு வந்துருச்சுங்கிறது சூப்பராக விஷுவலாக கன்வே பண்ணிக்கலாம். அது தூங்கும்போது அந்த ட்ரீம்ல வர மாதிரி அதெல்லாம். ஆனால் பண்ணுவாங்கடா அந்த இது. இப்போ கொரோனா டைம்ல நிறைய பேர் வந்து வார்னிஷ்லாம் எடுத்து குச்சிக்கிறாங்க, பார்த்துக்கிறியா? பாவண்டா அந்த அந்த டீச்சர்லாம் எடுத்துக்கிட்டு அது. ஆனால் ஸ்டார்டிங்லேருந்து என்னன்னா அந்த சூப்பராக அந்த கூலிங் ஸ்டோனை வந்து பயங்கரமாக காட்டியிருந்தாங்க பார்த்தியா. அவங்களாம் சொன்னாங்க, டேய் தண்ணி பக்கத்தில் இருந்தால் ஜில்லுன்னு தாண்டா இருக்கும் அது அப்படின்னு சொல்லும்போது, அதெல்லாம் இல்லைடா கல் ஜில்லுன்னு இருக்குடா, எவ்வளோ நாள் தண்ணியோடவே இது ஒட்டின்னு இருக்கிறதுனால ஜில்லுன்னு இருக்கு. அவர் கரெக்டாக அதுவும் சொன்னார், பல வருஷமா வந்து தண்ணியும் கல்லும் சேர்ந்து இருக்கு, கூலிங்காக இருக்கும், அதனால இதுதான் என்னோட ப்ராஜெக்ட். அது வந்து கொஞ்சம் தான் காட்டினாங்க. ஆனால் அது வந்து ரொம்ப வந்து யாருக்குமே அது வந்து நோட்டீஸ் பண்ணிருக்க மாட்டாங்க. சும்மா ஒரு 20 செகண்ட் காட்டிட்டு அதை ஃபைனலில் சூப்பராக டச் பண்ணி வச்சாங்க. அவர் போயிட்டு அங்கேயே படுக்கிற மாதிரி ஒரு இது கடைசியில் வந்து அவர் தான் எங்கடா கடைசியில் வெளில வந்தார். வெளியே வரும்போது இவரு கோட் சூட்லாம் இந்த சீட்லாம் போடும்போது ஒருத்தர் ஆப்போசிட்ல நடந்து போனாரு. இந்திரன் சொல்லிட்டு இவர்தான் படம் வந்து நல்லா இருந்துச்சு. ஆமாம், இவ்வளோ நிறைய வாட்டி சொன்னாங்க. சொன்னால போல் போட்டு போல்லையும் ஜெயிச்சிச்சு. நல்ல மூவி தான். போலே போடலாம் போல. அதை தானே அவங்களும் சொல்கிறாங்க. நம்ம தான் வழி தவறி போயிடறோம்.
அது ஓகே குட் மூவி. லைக் எப்படின்னா வந்து என்னதான் நடந்தாலும் வாழ்க்கையில கேன் கிவ் அ கம்பேக்டா ஈவன் அட் தி ஏஜ் ஆஃப் 40 அந்த மாதிரி தான் வந்து காட்டியிருக்காங்க. குட். எனக்கு என்னன்னா வந்து அந்த இவரு தான் ஹாஸ்பிட்டல் வச்சு நத்தினுங்கிறாரு. அவர் எப்படி நத்துவாரு எனக்கு அந்த என்ஜிஓல புரியுது. இல்ல இப்போ இவர் வந்துட்டார், இவர் இவ்வளவு பெரிய பிசினஸ் மேனு, இவரு கூட வந்து ஏதாவது ஹெல்ப்னு கேட்டா பண்ணுவாருன்னு வச்சுக்க, அது வேற விஷயம். இருந்தாலும் வந்து ஓகே என்ன எஞ்சி கவர்மெண்ட் அண்டர்டேக்கிங், கவர்மெண்ட்டே விற்கிது, கவர்மெண்ட் ஏலியன்ஸ் வந்து பார்க்கும், நம்ம காட்டியும் கொடுக்குறோம். ஏலியன்ஸ் இல்லது நீங்களே சரக்கு சப்ளை பண்ணி நீங்களே வந்து மறுவாழ்வு நடத்துறீங்களா? நீங்க லாஸ்ட்ல இந்திரன்ஸ் யூஸ் பண்ணது அவரு வந்தார் பத்தி அவரு குடிக்கிற மாதிரி அவரோட பாடி லாங்குவேஜ் அதான் நீ சொல்லும் போது அந்த படத்துல சொன்னீங்க எக்ஸ்பீரியன்ஸ் தெரியுது. ஒரு சீன்ல காட்டிடுறாரு எந்த ரோல் வேணும் அதெல்லாம் கரெக்டா. கட்சியில அவங்க ஃப்ரெண்ட்ஸும் உட்காந்துருந்தாங்கன்னு நினைக்கிறேன். உட்காந்துருந்தாங்கன்னு நினைக்கிறேன். ரைட்டா இது வந்தது. ஓகே அவர் ஒருத்தர் பேரு கார்லாம் ஓபன் பண்ணி விட்டாரு கிளைமேக்ஸ். ஆனா அதெல்லாம் கரெக்ட். இப்போ ஃபர்ஸ்ட் அவர் சொன்னாங்க பத்தியா இவனை வந்து 2 நாள் வீட்டுல பூட்டி வச்சிருங்க அப்படின்னு சொன்னதுக்கு அப்புறம் அதுக்கப்புறம் வந்து நீங்க டேட் சொன்னீங்கன்னா நாங்க வரோம் அப்படின்னு. ஓகே கைஸ், வந்து படம் வந்து அருமையாக இருந்துச்சு, நல்ல ஒரு எக்ஸ்பீரியன்ஸு. ஸோ நம்ம இன்னொரு கொடுக்குறோம் கம்பேக்கு. ஸோ வந்து இன்னொரு வீடியோவில் ஒரு போல் போட்டு நல்ல மூவி பார்க்கலாம். சரி, signing off.